ADGP എസ് ശ്രീജിത്ത് നിയമ നടപടിയിലേക്ക്. ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരിക്കെ കൈക്കൂലി വാങ്ങിയെന്ന് ആക്ഷേപിച്ച MVI ഇ ദിപിനെതിരെയാണ് നടപടി. തിരുവനന്തപുരം CJM കോടതിയിൽ പരാതി നൽകി. എസ് ശ്രീജിത്തിന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. വാർത്താ സംപ്രേഷണം ചെയ്ത ന്യൂസ് മലയാളം ചാനലിനെതിരെയും നിയമ നടപടിയുണ്ട്. വിവരങ്ങളുമായി അനിൽ നമ്പ്യാർ ചേരുന്നുണ്ട്. അനിൽ നമ്പ്യാർ, ശ്രീജിത്ത് നിയമ നടപടിയിലേക്ക് നീങ്ങുകയാണ്. ഇതുവരെ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ എന്തെല്ലാം? ADGP എസ് ശ്രീജിത്ത് ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരിക്കുമ്പോൾ കോടികൾ കൈക്കൂലി വാങ്ങിയെന്നൊരാക്ഷേപമാണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ ദിപിൻ ഉന്നയിച്ചത്. ന്യൂസ് മലയാളം ചാനലിലൂടെയായിരുന്നു ദിപിന്റെ ഈ ആരോപണം. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആയിരിക്കുന്ന സമയത്ത് ശ്രീജിത്ത് ദിപിനെതിരെ നടപടി എടുത്തിരുന്നു. കാരണം ദിപിൻ അന്ന് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായി തലശ്ശേരിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഡ്രൈവിംഗ് ടെസ്റ്റിന് വന്ന ഒരു സ്ത്രീയെ പരിചയപ്പെടുകയും പിന്നീട് ഇവരുടെ വാട്സാപ്പിൽ തുടർച്ചയായി മോശം മെസ്സേജുകൾ അയക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2023 മെയ്യിൽ കതിരൂർ പോലീസ് സ്റ്റേഷനിൽ ദിപിനെതിരെ രജിസ്റ്റർ ചെയ്തിരുന്നു. തുടർന്ന് ദിപിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. അതായത് ADGP എസ് ശ്രീജിത്ത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആയിരിക്കുമ്പോഴാണ് ദിപിനെതിരെ നടപടി സ്വീകരിച്ചത്. ഇതിന്റെ പ്രതികാരം എന്നോണമാണ് ADGP എസ് ശ്രീജിത്ത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആയിരിക്കുമ്പോൾ കോടികൾ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം ന്യൂസ് മലയാളം ചാനലിലൂടെ ദിപിൻ ഉന്നയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എസ് ശ്രീജിത്ത് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത്. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഇന്ന് ശ്രീജിത്തിന്റെ മൊഴി രേഖപ്പെടുത്തും. ഇതിൽ ന്യൂസ് മലയാളം ചാനലിലെ 4 ജീവനക്കാർക്കെതിരെയും പരാതി കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഈ ഭാരതീയ ന്യായ സംഹിത പ്രകാരം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിലുള്ള കേസുകൾ വരികയാണെങ്കിൽ അവർക്ക് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ സേവനം തേടാം. അങ്ങനെ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറുടെ സേവനം വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ട് എസ് ശ്രീജിത്ത് ചീഫ് സെക്രട്ടറിക്ക് കത്ത് അയച്ചിട്ടുണ്ട്. ഈ വളരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് എസ് ശ്രീജിത്തിന്റെ തീരുമാനം. അനിൽ നമ്പ്യാർ, ഒപ്പം തന്നെ ഈ അധിക്ഷേപ ആരോപണത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നാണ് മാനനഷ്ട ഹർജി ഫയൽ ചെയ്തുകൊണ്ട് ADGP എസ് ശ്രീജിത്ത് വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ വലിയ ഗൂഢാലോചന പോലും ആരോപിക്കപ്പെടുകയാണ് ഈ സംഭവത്തിൽ എസ് ശ്രീജിത്ത്. തീർച്ചയായും നമുക്കറിയാം, ADGP എസ് ശ്രീജിത്തിനെതിരെ നേരത്തെയും സമാനമായിട്ടുള്ള പരാതികൾ ഉന്നയിച്ചിരുന്നു. പല കോണുകളിൽ നിന്നും പരാതി വന്നിരുന്നു. നിയമപരമായിട്ട് തന്നെയാണ് അദ്ദേഹം ഇതിനെയൊക്കെ നേരിടുന്നത്. ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതിൽ നിയമ നടപടികൾ തുടരുകയാണ്. മാത്രമല്ല, ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആയിരിക്കുമ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ അച്ചടക്കം ഉറപ്പാക്കാനുള്ള ശക്തമായ നടപടികൾ സ്വീകരിച്ചിരുന്നു. ഈ AMVIമാരും അതുപോലെ MVIമാരും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും കൈക്കൂലി വാങ്ങുന്നു എന്നുള്ള ആരോപണം ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നിരന്തരം ഈ ട്രാൻസ്പോർട്ട് ഓഫീസുകളിൽ റെയ്ഡ് നടത്തിയിരുന്നു. ഇതിലൊക്കെ പ്രകോപിതരായ വലിയൊരു വിഭാഗം അന്ന് മോട്ടോർ വാഹന വകുപ്പിൽ ഉണ്ടായിരുന്നു. ആ ഒരു കോക്കസ് ആണ് ഈ ദിപിനെ കൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിപ്പിച്ചത് എന്നാണ് ശ്രീജിത്ത് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആരോപണം, അത് വലിയ മാനനഷ്ടം ഉണ്ടാക്കുന്നു, മാനഹാനി ഉണ്ടാക്കുന്നു എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നേരിട്ട് കോടതിയെ തന്നെ ഇദ്ദേഹം സമീപിച്ചിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയായിരുന്നില്ല, നേരിട്ട് കോടതിയിൽ എത്തി പരാതി നൽകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇന്ന് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇദ്ദേഹത്തിന്റെ പരാതി രേഖപ്പെടുത്താനായി ഇദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്താനായി ഇദ്ദേഹത്തെ നേരിട്ട് വിളിപ്പിച്ചിരിക്കുന്നത്. നിയമ നടപടികൾ ശക്തമാക്കുമെന്ന് തന്നെയാണ് എസ് ശ്രീജിത്ത് ജനം TVയോട് വ്യക്തമാക്കിയിരിക്കുന്നത്. നീലിമ. അനിൽ നമ്പ്യാരാണ് വിവരങ്ങൾ പങ്കുവച്ചത്.